കണ്ടിട്ടുള്ളൂ. ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. ഇത് എളുപ്പമില്ലേ? ഇത് കനമില്ലാത്ത മത്തം. ചുവന്ന പട്ട് തലയോടെ ഇട്ട് എല്ലാവരെയും പേടിപ്പിക്കാൻ വന്നതാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ചടപടയെന്ന് തീർത്തിട്ട് ഞാനിതാ ഇവിടെ വീടൊന്ന് വൃത്തിയാക്കാനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക വേഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതാ ഓണമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അത്തം ആവാറായി, 2 ദിവസം കഴിഞ്ഞ് അത്തമാണ്. അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണത് ഇപ്പം നമ്മൾ പതിവാണ് അല്ലേ. കർക്കിടക മാസം 1-ാം തീയതിൻ്റെ മുമ്പും ഇതുപോലെ ചിങ്ങമാസവും പൂജ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് എല്ലാ വീടുകളിലും പതിവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോയില്ലേന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും ഇന്ന് ഞാൻ ലീവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഒന്നിനും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ലീവ് എടുത്തിട്ട് ഞാനിതാ അവിടെ ഒക്കെ തൂത്ത് തുടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒരുക്കിയിട്ടാണ് വേഗം തന്നെ ചോറും കറിയൊക്കെ വെച്ചു. ഞാൻ പണിക്ക് പോകണമെന്ന് വിചാരിച്ചു, ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. പക്ഷേ എന്താണെന്നറിയില്ല, സമയമാകുമ്പോൾ ഇന്നിപ്പോൾ കുറേ ദിവസമായില്ലേ വീട്ടിലിരുന്നിട്ട്, ഒരു 10-11 ദിവസം ഇങ്ങനെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കാൻ കൊതിയായിട്ടാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ലീവ് എടുത്തിട്ട് ആ ഒരു മടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുമല്ലോ. പിന്നെ വർക്കിന് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വൈകുന്നേരം 6 മണിയാവട്ടാണ് ഞാൻ വീടെത്തുമ്പോൾ. അതിന് ശേഷം നമുക്ക് ഈ വക പണികളൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. പിന്നെ രാവിലെ ഒട്ടും നേരമില്ല. അപ്പം അതുകൊണ്ട് ഞാനിന്നിപ്പോൾ ലീവാക്കിയിട്ടാണ് ഒരു മടുപ്പും ചടപ്പും ഒക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറേ ദിവസമായല്ലോ വീട്ടിലിരുന്നിട്ട്, ആഗ്രഹമായിട്ട് അല്ലെങ്കിൽ കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു, എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് മടുപ്പ് പിടിച്ചു, അല്ലെങ്കിൽ എന്തോ ഒരു മപ്പ് പോലെ പുറം ലോകം കാണാത്തത് കൊണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ പുറത്ത് പോയുമ്പോഴാണ് നമ്മൾ വീട്ടിലിരുന്ന് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നടക്കാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് രാവിലെ കയറി വെച്ചാൽ പിന്നെ വൈകുന്നേരം ആണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ജോലിക്ക് പോകുമ്പോൾ. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ലീവാക്കി. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ വിചാരിച്ചു കേട്ടോ, ഒരു 10 ദിവസമൊക്കെ ജോലിക്ക് പോയാൽ ഒരു ദിവസം ഇങ്ങനെ ലീവ് എടുക്കാമെന്ന്. കാരണം നമുക്ക് എന്നും ജോലിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലിയും ജോലിയും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ലീവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ലീവാക്കിയപ്പോൾ ഏട്ടനെ വർക്കുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഏട്ടനെ വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാനങ്ങനെ ലീവ് എടുത്തതിന് ശേഷം പിന്നെ ഏട്ടനെ വർക്ക് വന്നപ്പോൾ ഏട്ടൻ പോയി. അപ്പോൾ എന്തായാലും ശരി, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങാമെന്നും പറഞ്ഞ് ഞാനിതാ വീടൊക്കെ ഒന്ന് തട്ടി അടിച്ച് കോരി പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വിട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്തമാണ്. അപ്പോൾ മുറ്റത്ത് കുറച്ച് പുല്ല് പറിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ജോലിക്ക് പോണതിന് മുന്നിലത്തെ ദിവസം, അതായത് 2-3 ദിവസം മുന്നേ തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചതാണ്. കാരണം ഇങ്ങനെ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് അയർത്ത് പറ്റും പോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ്. ഇപ്പോൾ ഒരു 10-12 ദിവസമായല്ലോ. പുല്ല് മുളയ്ക്കാനായിട്ട് അധികം ദിവസമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇവിടെ അങ്ങനെ പുല്ല് പൊന്തും. അതുകൊണ്ട് തന്നെ പിന്നെ എന്തായാലും ഇന്നിപ്പോൾ വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അടുത്ത് മഞ്ജു ഒരു ഹായ് തരണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതപ്പോൾ ഇന്ന് 2 ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ മറന്നു പോയിട്ടാണ്.
അപ്പോൾ എന്തായാലും മഞ്ജുവിന് വലിയൊരു ഹായ് ഉണ്ട്. അപ്പം മനഃപൂർവ്വം മറക്കുന്നതല്ല. ആരൊക്കെയോ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, ഏതിലാണെന്നൊന്നും അറിയണമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തപ്പിപ്പിടിക്കാനൊരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ജുവിന് വലിയൊരു ഹായ് ഉണ്ട്. പിന്നെ നമ്മളോട് എന്താണ് നമ്മുടെ പ്രിയ ആണെന്ന് തോന്നുന്നു കേട്ടോ, പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മുടെ പാലക്കാടുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രിയയുടെ ഹൗസ് വാമിംഗ് ആണ് ഈ വരുന്ന സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, ക്ഷണിച്ചിട്ടുണ്ട് ഫാമിലിയോടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മളെ കൂടെ ആ ഒരു ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ വീടൊക്കെ വെച്ച് നമ്മുടെ സ്വപ്നം ഒരായുസ് മുഴുവൻ ഉള്ള ഒരു സ്വപ്നമാണല്ലേ, എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ എന്താണെങ്കിലും പ്രിയയ്ക്ക് അതിനുള്ളൊരു സൗഭാഗ്യമൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വീട്ടിൽ കയറി താമസിക്കാനും അതിൽ ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് കാലം മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനും സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കൂടെ അതിൽ ഉൾപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ നമ്മളെ ക്ഷണിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ആ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് കാലം മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് ആ ഒരു വീട്ടിൽ സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു ഭാഗ്യം പ്രിയയ്ക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങളുടെ ഓരോ സന്തോഷങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ വലിയ എന്താ പറയുക, എനിക്കാണ് കേട്ടോ കൂടുതൽ സന്തോഷം തോന്നുന്നത്. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളുമായിട്ട് നേരിട്ട് പരിചയമില്ലെങ്കിലും നമ്മളെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമുക്കത് ഒരു എന്താ പറയുക വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ മുറ്റത്തെ പുല്ല് പറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വഴിൻ്റെ അവിടുത്തെ ഒക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ല മഴ അങ്ങോട്ട് വന്നു. കുറച്ച് നേരം മഴ പെയ്യുക, കുറച്ച് നേരം നല്ല വെയിലടിക്കുക, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഉമ്മറത്തെ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി. പിന്നെ വഴിയോരത്ത് കുറച്ച് ചെത്തി വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. എന്നാലും എന്താ പറയുക, നമ്മളിങ്ങനെ അയർത്ത് വിടുക എന്ന് പറയില്ല, അതൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും പുല്ലൊക്കെ ഉണ്ട്, അത് മെനക്കെട്ട് ഒരു ദിവസം നിൽക്കുക തന്നെ വേണം. ഏട്ടനോട് പറ്റുകയാണെങ്കിൽ അതൊന്ന് ചെയ്തു തരാൻ പറയണം, പണിയില്ലാത്ത ദിവസം. അപ്പോൾ എന്തായാലും ആ മുറ്റത്തെ പണിയും എല്ലാം കഴിഞ്ഞു. നമ്മൾ അടിച്ച് വാരി തുടച്ചിട്ടു. പിന്നെ രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുള്ളത് കൊണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ഞാൻ തുണികളൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. ഇഷ്ടംപോലെ അലക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ലീവ് എടുത്തതിൻ്റെ കാര്യം തന്നെ ഇഷ്ടംപോലെ തുണികളുണ്ടായിരുന്നു അലക്കാനും. ഈ പണികളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് ലീവ് എടുത്തത്. അപ്പോൾ ബെഡ്ഷീറ്റും വിരിപ്പും പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അലക്കാനായിട്ട്. അതൊക്കെ അലക്കിയിട്ട് വെയിലൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ഒരുങ്ങി, കുളിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അലക്കിയ തുണികളൊക്കെ ഒന്ന് തോരാനിടുകയാണ്. എന്നിട്ട് വേണം ഇനിയിപ്പോൾ എന്താണ്, അപ്പോഴേക്കും 12:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ പോയി ചോറ് ഒക്കെ നോക്കുമ്പോൾ ചോറ് കമ്മിയാണ്. കാരണം ഞാനിന്ന് എന്താ പറയുക, പോണോ പോണ്ടിയോ എന്നുള്ളൊരു മനസ്സുകൊണ്ടാണ് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു അന്തക്കേടായിരുന്നു എനിക്ക്. ആ ഒരു ഇതുകൊണ്ട് ഞാൻ ചോറിന് അരി ഇടുമ്പോൾ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നേരം കഴിക്കാനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറ് വേകുന്ന സമയം വെന്ത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഓർത്ത്, അയ്യോ അരി കമ്മിയാക്കിയാണല്ലോ ഇട്ടതെന്ന് പറഞ്ഞിട്ട്. ഒരാൾക്ക് കഴിക്കാനുള്ള ചോറേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി എന്തെങ്കിലും പലഹാരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചോറ് വെച്ചാലും വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ലൈറ്റായിട്ട് ഉണ്ടാക്കണം. ഏട്ടനെ പിന്നെ ചോറ് കഴിക്കാനുള്ളത് ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്. പിന്നെ ഇപ്പോൾ ചാരും ഞാനും തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലീവ് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉച്ചവരെ നല്ല പണിയാണ്, കണ്ടില്ലേ, പുതപ്പും വിരിപ്പും പിന്നെ നമ്മൾ തുടയ്ക്കുന്ന ചപ്പിയും ചവിട്ടിയും പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി തൂത്ത് തുടച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണിയും ഒരുങ്ങി. എന്താ പറയുക, ഒരു ദിവസം ലീവ് എടുത്താലും അത് ഇങ്ങനൊരു
കാര്യത്തിന് ഇങ്ങനെ ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉച്ചവരെ നല്ല മുടിഞ്ഞ പണിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു വിട്ടാ. പിന്നെ മഴ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഒരു സമാധാനത്തോടെ കിടക്കാനായിട്ട് പറ്റിയില്ല. വെറുതെ എണീറ്റ് തുണി എടുക്കാൻ ഓടലാണ് പണി. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ദിവസം. എന്തായാലും വീട്ടിലിരുന്നത് ഒരു ഉപകാരമായല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. വീട്ടിലെല്ലാ പണിയും ഒരുങ്ങിയല്ലോ, അതൊരു സമാധാനമുണ്ട്. രാവിലെ മാങ്കും വന്നപ്പോഴേ വിചാരിച്ചു ഇന്നത്തെ കാര്യം പോണ കാര്യം ഒരു ഇതാണെന്ന്. പൊള്ളി. അപ്പം ചോറിന് അരി ഇടുമ്പോൾ തന്നെ ബോധമൊന്നുമില്ല എത്ര ഇടുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ചോറിന് അരി ഇട്ടപ്പം ചോറ് കുറവാണ് കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ചേ ഉള്ളൂ, ഒരാൾക്ക് കഴിക്കാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ചാരു ക്ലാസ് കഴിഞ്ഞ് വരും. ഏട്ടനും ചോറ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഇപ്പം വരുന്നുണ്ട്. പിന്നെ ഞാനൊന്നും ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ചോറ് കൊണ്ടുപോകും. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കുറച്ച് കുറവാണ്. അപ്പോൾ പിന്നെ ഞാനിത് അവിടെ കുറച്ച് മാവ് എടുത്തിട്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കുറ്റിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ കുറ്റിപ്പുട്ട് ഉണ്ടാക്കാനൊന്നും സമയമില്ല, ഓരോന്നായിട്ട് ഇട്ട് ഉണ്ടാക്കണ്ട. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒന്ന് ആവിയിൽ വെച്ചിട്ട് നമ്മൾ പൊടിപ്പിട്ട് ഉണ്ടാക്കില്ലേ പണ്ട് നമുക്ക് ചായക്കൊക്കെ കഴിക്കാനായിട്ട്, വൈകുന്നേരങ്ങളിൽ കട്ടച്ചായൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ പൊടിപ്പിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ മാവും കൂടെ ഒരുമിച്ച് ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് വാഴയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ എന്താണ് അരിപ്പൊടി മാവ് കുഴച്ചത് ഇട്ടിട്ടുണ്ട്. എന്നാലും ഏകദേശം വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങയും കൂടെ ചിരവിയിടാം, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് കുറച്ചിടാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്, നന്നായിരിക്കും. രാവിലെ സാമ്പാറും ഉപ്പേരിയൊക്കെ വെച്ചതുണ്ട്. സാമ്പാറിൻ്റെ കൂടെ കഴിക്കാതെ നല്ല പൊടി ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഈ ഒരു എന്താ പറയുക ചോറിൻ്റെ പകരം കഴിക്കാൻ പോകുന്നത്. ചോറ് കുറച്ചുണ്ട്, എന്നാലും ഇതാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ പോണത്. എന്നാലും ഏട്ടൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, വരുന്നുണ്ട്, ആൾ വന്നിട്ടുണ്ട്. ഓ മഴ വന്നോ? മഴ വരുന്നു, നല്ല മഴ വരുന്നു, മഴക്കാർ നല്ല മഴ. അപ്പോൾ നമ്മുടെ ഇതാ പൊടിപ്പിട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ആവിയിൽ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മേലൊക്കെ കൂടെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ടാൽ നമ്മുടെ പൊടിപ്പിട്ട് അല്ലെങ്കിൽ കുറ്റിപ്പുട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ സമയം വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ കൂടെ സാമ്പാർ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങൾ പുട്ടും സാമ്പാറുമാണ് കേട്ടോ ഞാനും ഏട്ടനും ചാരുമൊക്കെ കഴിച്ചത്. കുറച്ച് ചോറും ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ സാമ്പാറും പുട്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച്. പിന്നെ ചാരുമോള് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അവളിനെ കാത്തിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും മാച്ച് ഡ്രസ്സ് അല്ലേ. വേറെ അവിടെ തുന്നി നോക്കി പോടി, എവിടെ പൊന്നോടെ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് പകൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ രണ്ടുപേരും കഴിച്ച് തിണ്ണയിലിരുന്ന് ഇത്തിരി കുശലമൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഏട്ടൻ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏട്ടൻ ചോറൊക്കെ കൊണ്ടിട്ട് പോകാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഏട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോയും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ. ബൈ.